നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ടർമാരുടെ തല പുകയ്ക്കുന്ന ഒരു പ്രധാന കാര്യമാണ് വിക്കറ്റ് കീപ്പർ റോള്. ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ധ്രുവ് ജുറേൽ, ഇഷാൻ കിഷൻ, KL രാഹുൽ എന്നിവരെല്ലാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരാണ്. ഋഷഭിനെ ഒഴികെ മറ്റുള്ളവരെല്ലാരെയും തന്നെ ഓരോ പരമ്പരയിലും മാറി മാറി പരീക്ഷിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിലവിൽ ഋഷഭ് പന്തിനൊപ്പം സഞ്ജു സാംസണിനാണ് അവസരം ലഭിക്കുന്നത്. എന്നാൽ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ 2 മത്സരം കളിച്ചപ്പോഴും ഡക്കിന് പുറത്തായതോടെ സഞ്ജുവിന്റെ വഴി അടഞ്ഞിരിക്കുകയാണ്. സഞ്ജുവിന് ഇനി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക എന്നത് കടുപ്പമേറിയ കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴിതാ സഞ്ജുവിന് കൂടുതൽ സമ്മർദ്ദം നൽകി ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. വരാനിരിക്കുന്ന ബുച്ചി ബാബു ട്രോഫിയിലൂടെയാണ് ഇഷാൻ മടങ്ങിയെത്തുന്നത്. ജാർഖണ്ഡ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഇഷാൻ കിഷൻ. ടൂർണമെന്റിൽ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചാൽ ഇന്ത്യൻ ടീമിലേക്ക് ഇഷാൻ മടങ്ങിയെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതോടെ സഞ്ജു സാംസണിന്റെ ചീട്ട് കീറും. ക്യാപ്റ്റൻ സ്ഥാനത്തോടെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്ന ഇഷാന് ഫോമിലേക്ക് എത്താനായാൽ ഇന്ത്യൻ ടീമിലേക്ക് വിളി ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യക്കൊപ്പം 3 ഫോർമാറ്റിലും ഇതിനോടകം കളിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇഷാൻ കിഷന്. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ കളിക്കാരനാണ് ഇഷാൻ കിഷൻ. എന്നാൽ മോശം ഫോം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുകയായിരുന്നു. കൂടാതെ BCCI ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇഷാൻ അതിന് തയ്യാറുമായില്ല. ഇതോടെയാണ് അദ്ദേഹത്തിന് BCCI കരാർ നഷ്ടപ്പെട്ടത്. എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം ഇഷാൻ കിഷന് തിരിച്ചു വരാൻ അവസരം ഒരുങ്ങുകയാണ്. ഇഷാൻ ഇടൻകയ്യൻ ബാറ്റ്സ്മാൻ ആണ്. ഇതും ഇഷാന് മുൻതൂക്കം നൽകുന്ന ഒരു കാര്യമാണ്. നായകനായി തിളങ്ങുകയും റൺസ് നേടാൻ സാധിക്കുകയും ചെയ്താൽ ഇഷാൻ കിഷൻ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തും. വരുന്ന ബംഗ്ലാദേശ് പരമ്പരയിലൂടെ തന്നെ ഇഷാന് മടങ്ങി വരാനും സാധിക്കും. ടെസ്റ്റിൽ ബാക്കപ്പ് കീപ്പറായി ഇഷാനെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. അല്പം ആക്രമണോത്സുകതയോടെ കളിക്കുന്ന താരങ്ങളെ ടെസ്റ്റ് ടീമിൽ വേണം എന്നത് തന്നെയാണ് ഗംഭീറിന്റെ നിലപാട്. ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഇതേ ആക്രമണോത്സുകതയോടെ കളിക്കാൻ ശേഷിയുള്ള താരം തന്നെയാണ് ഇഷാൻ കിഷൻ. അതുകൊണ്ട് തന്നെ ഗംഭീർ ഇഷാനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. അതേസമയം സഞ്ജു സാംസണിന് കാര്യങ്ങൾ എളുപ്പമേ ആകില്ല. ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെടുമെന്നാണ് കിട്ടുന്ന വിവരം. എന്നാൽ കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം. സഞ്ജു മികച്ച താരമാണെങ്കിലും ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുന്നതിൽ വളരെ പിന്നോട്ടാണ്. ശ്രീലങ്കൻ T20 പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. എന്നാൽ ഒരു ഗോൾഡൻ ഡക്ക് അടക്കം 2 മത്സരത്തിലും സഞ്ജുവിന് 1 റൺസും നേടാൻ സാധിച്ചില്ല. അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ദുലീപ് ട്രോഫിയിൽ തിളങ്ങിയാലും സഞ്ജുവിന് അവസരം ലഭിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. ഏകദിനത്തിൽ KL രാഹുലിനെയാണ് 2ാം വിക്കറ്റ് കീപ്പറായി ഗംഭീർ പരിഗണിക്കുന്നത്. സഞ്ജുവിന് T20യിൽ മാത്രമാണ് നിലവിൽ അവസരം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എന്നാൽ T20യിൽ ലഭിക്കുന്ന അവസരങ്ങളെ മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിനൊപ്പം ഇനി സഞ്ജു ഉണ്ടാകാൻ സാധ്യത വളരെ വിരളമാണ്. കേരള ടീമിനൊപ്പം രഞ്ജി ട്രോഫി അടക്കം കളിച്ച് മികവ് കാട്ടാനുള്ള അവസരമാണ് സഞ്ജുവിന് ഇനിയുള്ളത്. കേരള ടീമിന്റെ നായകനായി വരുന്ന ആഭ്യന്തര ടൂർണമെന്റുകളിലെല്ലാം തിളങ്ങിയാൽ ഒരുപക്ഷെ സഞ്ജുവിന് മടങ്ങി വരാൻ അയക്കും. എന്നാൽ അടുത്തൊന്നും അത് നടക്കാൻ തീരെ സാധ്യതയില്ല. Well, news means entertainment and entertainments. Meets news. Watch SAC News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.